അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോയാണ്. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നമ്മൾ കൃഷിക്കാവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറാണ്. ഈ കിണറിൽ വന്ന് കുറുനരി എന്ന് പറയുന്ന കുറുക്കൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ജീവി അകപ്പെടുകയായിരുന്നു. അങ്ങനെ അതിനെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും രാവിലെ തന്നെ ആരംഭിച്ചു. പക്ഷേ നമ്മുടെ സമഫലങ്ങളെല്ലാം നിരാശയായിരുന്നു. അക്രമ സ്വഭാവമായിരുന്നു കാണിച്ചിരുന്നത്. ആയതിനാൽ ഫയർ സ്റ്റേഷനിലേക്ക് അറിയിച്ചാൽ മതി എന്ന് അയൽവാസി പറഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു, ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. ഫയർ സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിനെ പിടിക്കാൻ ഉള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഫോറസ്റ്റിനെ അറിയിക്കുക, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോറസ്റ്റിന് നമ്പർ തരികയും ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉഷ എന്ന് പറയുന്ന ഒരു വനിത വിങ്ങിലുള്ള ആൾ തിരൂർ ഭാഗത്തുണ്ട്, അവരുടെ നമ്പർ തരാം, അവരെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അവരാദ്യം അവരെ അറിയിക്കുകയും അതിനുശേഷം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉഷ എന്ന ആളെ അറിയിച്ചിട്ടുണ്ട്, അവർ വരും എന്ന്. അങ്ങനെ അല്പസമയത്തിന് ശേഷം അവർ എന്നെ വിളിക്കുകയും സ്ഥലം പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരികയാണ് ഉണ്ടായത്. മൂച്ചിക്കൽ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു പാമ്പിൻ്റെ മുട്ട എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഏതായാലും അതുവരെ സുരക്ഷിതമായി തന്നെ ആയിരുന്നു ആ കുറുനരിയുടെ ഇരിപ്പിടം. ഏതായാലും അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. ഉഷച്ചേച്ചി വന്നു. അവരവരുടെ അതിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല ഉപയോഗിച്ച് പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കൂടെ ഞാനും അവർക്ക് സഹായത്തിന് ഞാനും എൻ്റെ മക്കളും എല്ലാവരും സഹായത്തിനുണ്ടായിരുന്നു. ഏതായാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ കുറുക്കനെ പിടിക്കാൻ സാധിച്ചു. കുറുക്കനല്ല, കുറുനരിയാണ്. നമ്മളെല്ലാം പറയുന്നത് കുറുക്കൻ എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് കുറുനരി എന്നുള്ള ജീവിയാണ് ഇത്. കുറുക്കൻ എന്നുള്ള ജീവി വളരെ അധികം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അത് നമ്മുടെ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശത്തൊക്കെ കാണാൻ തന്നെ പ്രയാസമാണ് കുറുക്കനെ. എന്നാൽ കുറുനരി ധാരാളമായുണ്ട്. ഇവർ ആക്രമിക്കാറില്ല. പക്ഷേ ഇവരിൽ നിന്നാണ് പേവിഷബാധ പോലുള്ള വിഷബാധകൾ നായകൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏതവസ്ഥയിലാണ് ഈ ജീവി എന്നറിയില്ല. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒക്കെ എല്ലാം നമ്മളെന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിക്കാൻ നിന്നത്. ഏതായാലും പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കൻ എന്ന് പറയുന്ന ജീവി വളരെ കൗശലക്കാരനാണ് എന്ന് നമ്മൾ കഥകളിലും എല്ലാം കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കിണറ്റിൽ വന്ന് പെട്ടത് എന്ന് മനസ്സിലായില്ല. ഏതായാലും കുറുക്കൻ്റെ ഏതൊരു ജീവിക്കുണ്ട ഒരു അബദ്ധമായിരിക്കാം. ഏതായാലും അതിനെ പിടിക്കാനുള്ള ശ്രമം തന്നെയാണ്. സൈക്കിളിൻ്റെ ഒരു റിമ്മാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. റിമ്മും അതിനോട് കൂടെ തന്നെ നല്ല കട്ടിയുള്ള വലയുമാണ് അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതാ നമ്മൾ അതിനെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും വലക്കകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി അതിനെ പൊക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും വലക്കകത്ത് ഉണ്ട് സാധനം, നിങ്ങൾക്ക് കാണാം. ഇനി വേണ്ടത് അതിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ട് ഒഴിവാക്കി വിടണം. അല്ലാതെ ഫോറസ്റ്റ് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല. കാരണം ആ ജീവികൾ ഒരുപാട് ഇവിടെ ഈ പ്രദേശത്തുണ്ട്. ഈ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കുന്ന കുറുക്കൻ എന്ന് പറയുന്ന ആ ജീവിയാണിത്. അവർ എന്ത് ശബ്ദം കേട്ടാലും വളരെയധികം ശബ്ദം ഉണ്ടാക്കി എല്ലാവരും ഒരു എന്താ പറയുക, ഒരു ഐക്യത്തോടു കൂടിയിട്ട് ഒന്നിച്ച്
ഓളിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത്. സുബഹി ബാങ്കിൻ്റെ സമയത്തും കാണാം, അതുപോലെ തന്നെ മഗ്‌രിബിൻ്റെ സമയത്തും ഈ ശബ്ദം ധാരാളമായി ഇവിടുന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെ അവിടെ നിന്ന് എടുത്ത് ഇനി വീട്ടിൻ്റെ അടുത്തുള്ള വയലിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അവിടെ വിടുന്ന സമയത്ത് വളരെ സന്തോഷമായി അത് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഏതായാലും ഇങ്ങനെയുള്ള ജീവികൾ എന്തെങ്കിലും കിണറിലോ മറ്റും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഷച്ചേച്ചി വന്ന് അതിനെ എടുത്ത് അതിനു വേണ്ട സംരക്ഷണം നൽകുന്നതാണ്. ഇവയെല്ലാം നമ്മളെപ്പോലെ തന്നെ പ്രകൃതിയിൽ ജീവിക്കേണ്ടവയാണല്ലോ. ആയതുകൊണ്ട് ഇതാ തുറന്നു വിടുന്ന രംഗം നിങ്ങൾക്കിപ്പോൾ കാണാം. ഇങ്ങനെയുള്ള വല്ല ഇതും ഉണ്ടെങ്കിൽ ഉഷച്ചേച്ചിയുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏതായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.